ഇവിടെ ഈ ആന്ധ്രാപോത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ടിട്ടുള്ളൂ. ഇതാ ആന്ധ്രയിലെ പോത്തുകൾ. നമ്മളെ ഒട്ടുമിക്ക സ്ഥലത്തും പിന്നെ പശുക്കളും കാളകൾ മൂരികളൊക്കെ ഉണ്ടെങ്കിലും ആന്ധ്രയിൽ കൂടുതലും പോത്തുകളാണ്. പോത്തുകൾക്ക് പറ്റിയ റോഡുമാണ്. കണ്ടില്ലേ എന്താ റോഡ്! ഇത് നമ്മൾ തെലുങ്കാനയിൽ നിന്ന് ആന്ധ്രയ്ക്ക് കടന്നു അല്ലേ. ഒരു ബോർഡറിലുള്ളൊരു റോഡിൻ്റെ പൊതുവേ ബോർഡറിൽ അവിടെ വലിയ പൊത്താട്ടോ അവിടെ അവിടെ അങ്ങോട്ട് കൂട്ടല്ലേ. അവിടെ വലിയ കുണ്ട. ആ പൈപ്പ് എന്തോ പൊട്ടിയാണ്, ലോമാലം പൊട്ടിയാണ്. കണ്ടില്ലേ അതാ ഓട്ടാണ്. അംജദിൻ്റെ തീരെ സാഹസികമായ ഡ്രൈവിങ്ങാണ്. പോത്തുകൾക്കും റോഡിലെ കിണറുകൾക്കും കുളങ്ങൾക്കും ഇടയിലെ കൂടെ അതാ പിന്നുള്ളത്. എന്നും പോരുകൊണ്ട് ഇറക്കില്ല. പോത്തുകളെ മാറിക്കോളേ. ഇവിടെ വെള്ളമൊക്കെ ഉണ്ടല്ലോ. വലിയൊരു പുഴ കഴിഞ്ഞു. അവിടുന്ന് വീഡിയോ എടുത്താൽ മതിയായിരുന്നു. പുഴേൻ്റെ അക്കരെ തെലങ്കാനയും ഇക്കര ആന്ധ്രയായിട്ട്. ഒന്ന് മാറിയടാ, ഞങ്ങൾ പോട്ടെ. എന്താ അവര് നമ്മളെ ബാക്കിയുള്ളവരൊക്കെ തന്നെ പറഞ്ഞ കേൾക്കില്ല. ആ ചങ്ങായി പെട്ടു. ചങ്ങായി കൊയിച്ചാടി പോവട്ടെങ്ങനെ. ഒക്കെ എരുമകളാണ് അധികവും. അവിടുത്തെ പാല് ചായക്ക് ഭയങ്കര രസമാണ്. എരുമപ്പാലായിട്ട്. രണ്ടുപേരും ഒരേമാതിരി ഇറക്കിക്കോ. വെള്ളപ്പോത്ത് വെള്ളരുമയാണ്, പോത്തല്ല വെള്ളരുമ. എല്ലാ തരത്തിലുള്ളതുകൊണ്ട് പോട്ടെങ്ങനെ പോവട്ടെ. ആന്ധ്ര പോത്ത്, ഹരിയാന പോത്ത് എന്നൊക്കെ പറഞ്ഞിട്ടേ അതിൻ്റെ ഇടയിൽ കൂടെ പോയിക്കുക. പോവാ. ഒരു അങ്ങോട്ട് തിരക്കുണ്ട്. ഇറക്കി കയറുന്നുണ്ട്. സൈഡിൽ നിൽക്ക് പറഞ്ഞ മറ്റേ തിരക്കുണ്ട്. അടുത്ത കുഴി ഇനി പൗസിലൊക്കെ സംഭവിച്ചാലേ അങ്ങനെ. മച്ചേ എടാ, അത് വല്ലാത്തൊരു രണ്ട് വീലും ഒരേമാതിരി ഇറങ്ങണ. ആട്ടം കുറഞ്ഞിട്ട് ഒരേമാതിരി ഇറങ്ങണ കോലത്തിലെടുത്തോ. കുറച്ചങ്ങോട്ട് കൂട്ടിക്കോ. ഒരു അനക്ക അങ്ങോട്ട് കൂട്ട്. ഇവിടെ കട്ടിങ്ങാണേ. ടയറിന് അതിലാറെ പറ്റുക കറ്റാകുമ്പോൾ. അല്ലാഹു അക്ബർ. നല്ല ചവിട്ടി ഇറങ്ങിക്കോ. നല്ല ചവിട്ടി ഇറങ്ങിക്കോ. കയറൂലേ? നല്ല വെച്ച് ഒരാളാഴുണ്ട് കുയ്യൊക്കെ. അയ്യെ ഇറങ്ങി നടന്നാലേ അറിയുള്ളൂ. ഞാൻ ഇറങ്ങി നടന്നാലോ ആഴം. ഇതൊക്കെ മഴ ഇത് വെള്ളം ഇല്ലാത്തത് കൊണ്ട് തിരക്കുകളിൽ കേട്ടോ. അല്ലെങ്കിൽ ഇത് കേട്ടാ വീടും മനുഷ്യൻ. ഇതൊന്നും അറിയില്ലല്ലോ. ഈ കാറുകാരൊക്കെ എന്താ കേട്ടത്? ഒരു കണ്ടറിഞ്ഞ് നിർത്തിയിട്ടിരിക്കുന്നത്. AP39 LM ഇങ്ങോട്ട് പിടിച്ചോന്ന്. ഒരു ബൈക്ക് പോയി. വല്ലാത്തൊരു അതേതായാലും കുണ്ടും കുഴി കഴിഞ്ഞിട്ട് നിർത്തിയിട്ടേ ഇത് ചായ വാങ്ങി തട്ടോ. ഇരുത്തത്തിന് കിടന്നാ മതി. കിടന്നൊക്കെയാണെങ്കിൽ നെടുമുള്ളു അതിന് കിടക്കുകയാണെങ്കിൽ നെടുമുള്ളു ശരിയായി അറിയാം. ഇനി ഇങ്ങോട്ട് തന്നെ വിളിച്ച ഇടത്തേക്ക്. ജോലി
അങ്ങനെ ചെറുതാ അത് അപേക്ഷിച്ച് നോക്കുമ്പോ. അല്ല ഇപ്പൊ പോകുന്ന കുണ്ടൊക്കെ നോക്കുമ്പോഴൊക്കെ ചെറുതാണ് അറിയാം. കുണ്ടാണെന്ന് കുഴപ്പമില്ല, ഇങ്ങനത്തെ കൊണ്ട് കുഴപ്പമില്ല. ഒരേമാതിരി ഇത് ഒന്നൊക്കെ ഇറങ്ങാനും പറ്റില്ല. ഒന്നിട്ട് ഇറങ്ങിയാല് 12 ചക്രത്തിനും 12 കോലത്തിലാണ്. ഒരു ടയർ ഒരു കുണ്ടത്ത് കയറാൻ വലിച്ചോ മറ്റേ കുണ്ടക്ക് ഇറങ്ങുകയാണ്. ആ സൈഡിൽ കൂടെ തന്നെ എടുത്തോ. മറ്റേ ഇവിടെ കട്ടിങ് ഉണ്ട്, ടാറിൻ്റെ കട്ടിങ്. ഇതൊക്കെ മഴ എങ്ങാനും പെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ അവസ്ഥ എങ്ങനെ ഇതിൽ പോരുക? ഞാൻ ഇതിൽ പോരില്ല. നമ്മൾ നേരെ ഹുസൂർനഗറിന് കർണൂൽക്കോ? ദൂരം കൂടൂലേ? അതിൽ പൊയ്ക്കോന്നപ്പോ ചെറിയപ്പോ പറഞ്ഞത്. ദൂരം കൂടൂലേ? ദൂരാണ്. കർണൂൽ തന്നെ എത്തണമെങ്കിൽ നേരം പോകും. അല്ല കർണൂൽ എത്തിയാലും നമുക്ക് അതിൽ പോയിക്കൂടേനോ? കുറച്ചൊരു പോയാല് അതിന് നമുക്ക് ചാടി ഒങ്കോളി. അവിടുന്ന് കുറച്ചൊരു 100 കിലോമീറ്റർ പോയാല് ഒങ്കോൾക്ക് എത്തി. നമ്മളിവിടുന്ന് നമ്മളിവിടുന്ന് പോകണടുത്ത് ഈ ഹൈവേ നമുക്ക് ചാടി ഹൈവേ ഒങ്കോൾക്ക് ഇഞ്ഞ് പോണം 100. അല്ല മറ്റേ കൂടെ പോയിക്കണെങ്കിൽ നമുക്ക് അതിൽ പോവാനി, ഇതില് തുമക്കൂർ അങ്ങനെ പോവാനി. കർണൂലേക്ക് പോവാണെങ്കിൽ പിന്നെ അതിലെ പെനകൊണ്ടേക്ക് അങ്ങനെ പോവാ. കർണാടക വഴി.